ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഞ്ചവത്സര പദ്ധതികൾ ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്ത മലയാള സിനിമയാണ്. തിയേറ്ററിൽ പോയി കണ്ടു. ഷിജു വിൽസൺ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. എൻ്റെ പോലെ അന്യായ സിനിമ. ഈ സിനിമ തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ നഷ്ടമാണെന്നുള്ള ഉറപ്പാണ്. കിടില മൂവി, ഒരു രക്ഷയില്ലാത്ത സിനിമ. ഇങ്ങനെയൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, സിനിമ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു സ്പിരിച്വൽ ടൂറിസം ബേസ് ചെയ്തൊക്കെ ചെയ്ത സംഭവമാണ്. സാമൂഹിക പ്രസക്തിയുള്ള വിഷയമൊക്കെ തന്നെയാണ് സിനിമയിൽ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും എവിടെ ഒരു വർക്കായതായിട്ട് എനിക്ക് തോന്നിയില്ല. കോമഡി ഒക്കെ ഉണ്ട്, എന്തൊക്കെയോ ചെയ്തു വെച്ചതുപോലെ തോന്നി. കോമഡി ഒന്നും എവിടെ വർക്കായിട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. എന്തൊക്കെയോ ചെയ്തു വെച്ച പോലെ തോന്നി. കോമഡിയൊക്കെ ചെറിയ 1-2 കോമഡികളൊക്കെ നമുക്ക് ചിരിക്കാൻ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും, പക്ഷെ സിജു വിൽസന്റെ അടുത്തുനിന്ന് ഇതുപോലൊരു പെർഫോമൻസ് അവർക്കൊന്നും ചെയ്യാനില്ല. ഈ കലംബാസുരൻ അതുപോലുള്ള മിത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ആ ടൂറിസം മേഖല എങ്ങനെയാണ് നമ്മുടെ ഒന്നും പറയുന്നില്ല. അത് നിങ്ങൾ സിനിമ കണ്ടു വെക്കുക, കൂടുതലൊന്നും പറയുന്നില്ല. ഈ പഞ്ചവത്സര പദ്ധതികളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അത് ഗവൺമെന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞ സാമൂഹ്യ പ്രസക്തിയുള്ള സംഭവമാണ് സിനിമ സംസാരിക്കുന്നത്. പക്ഷേ എവിടെയും അതങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല, നമ്മളിലേക്ക് ആ ഒരു ഇമോഷൻ എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമ ഒരു തട്ടിക്കൂട്ട് സിനിമ പോലെ തോന്നി. എനിക്ക് എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. തിയേറ്ററിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതലും ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എനിക്ക് ലൈക്കായിട്ടില്ല, സത്യം പറയുകയാണെങ്കിൽ തീരെ ലൈക്കായിട്ടില്ല സിനിമ. പിന്നെ ഓരോരുത്തരുടെയും ആസ്വാദന ശൈലി വേറെയാണല്ലോ, വ്യത്യസ്തമാണല്ലോ. അപ്പം ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനില്ല, എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല, സത്യം പറയാണെങ്കിൽ. അത്രയും സമയം പിന്നെ ഒരു 150-200 രൂപ കൊടുത്തിട്ട് AC യിലിരിക്കാം, ആ ഒരു ഗുണം മാത്രമേ ഈ സിനിമയോട് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പ്രധാന ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.